ശുചിക്കുട്ടാ വാ നമുക്ക് മലായി ദൂത് ഉണ്ടാക്കുക വാ. ആ ആ ശുചി പഞ്ചസാര ഇട്, പഞ്ചസാര എടുത്തിട്. ആ ആ കാത്തിയിട് കാത്തിയിട്. ആ നമ്മളിപ്പോൾ ഉള്ളത് ഷിജാസ് ഓട്ടിസം എന്നുള്ള യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്ന ഷിജുക്കുട്ടൻ്റെ അമ്മാവൻ കബീർക്കയുടെയും കൂടെയാണ്. ഇവരിന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ സ്പേസസിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള രണ്ട് പേരാണ്. നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റാവുന്ന രണ്ടാൾക്കാർ. ഷിജുക്കുട്ടൻ്റെ ഏറ്റവും അധികം ഹിറ്റായിട്ടുള്ളത് കുക്കിംഗ് വീഡിയോസാണ്. അപ്പോൾ നമ്മൾ കുക്കിംഗ് വ്ളോഗിലാണ് ഇപ്പോൾ നമ്മൾ കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാൻ ചൂടാക്കി പഞ്ചസാര ഇട്ടു. ഇപ്പം എന്താ നോക്കുന്നത്? ശുചി മണം നോക്കുകയാണ്. എനിക്ക് മണം ഭയങ്കര ഇഷ്ടമാണ്. ഷിജുവിന് കുക്കിംഗ് ആണ് ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലായ അത് പറഞ്ഞാൽ അവനിക്ക് ഇങ്ങനെ കഴിക്കാൻ പൊതുവെ എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അവനിക്ക് താല്പര്യം ഇത് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കഴിക്കാൻ കിട്ടുമല്ലോ. ആ ഇൻട്രസ്റ്റിനെയാണ് നമ്മ അവിടെ മുതലെടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കുമ്പോ അങ്ങനെ പറഞ്ഞാൽ ഇവര് ആദ്യം ഭയങ്കര ഒന്നിനും സഹകരിക്കില്ല. അപ്പൊ ഉണ്ടാക്കുമ്പോ നമ്മൾ ഇവിടെ ഇത് പിടിപ്പിക്കും, അതിനെ കൊണ്ട് അതേമാതിരി ഇളപ്പിക്കും, പിന്നെ അങ്ങനെ മണം നോക്കും, ഇങ്ങനെയുള്ള എല്ലാ കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് എല്ലാ ഭാഗവും വർക്ക് ചെയ്യും. ഇങ്ങനെ ഓട്ടിസം കുട്ടികൾക്ക് പൊതുവെ എല്ലാ കാര്യവും ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒരേ കയ്യും ഇതൊന്നും ഒപ്പം വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും ഒരേ സമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് അവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇവരിന് എന്താ നമ്മൾ അധികം ചെയ്യിപ്പിക്കുക പറഞ്ഞാൽ വീട്ടിലുള്ള എല്ലാ പണികളും, ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവനെ കൊണ്ടാകണ മാതിരി, വലിയ കുട്ടികളാണെങ്കിൽ അവനെ കൊണ്ടാകണ മാതിരി നമ്മൾ ചെറിയ രീതിയിൽ എല്ലാ പണികളിലും വീട്ടിലെ എല്ലാ പണികളും ഉൾപ്പെടുത്തണം. അപ്പോൾ അതിലൂടെ അവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ സ്മെല്ല്, ചൂട്, ഇതെല്ലാം അവർക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെയാണ് നിറയെ കുട്ടികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ പരിശീലനം അതാ പറയുന്നത്. അവർക്ക് 1, 2, 3 പഠിപ്പിച്ചിരുന്നും അതൊരു ഭാഗമാണെങ്കിലും നമ്മ വീട്ടിലുള്ള എല്ലാ പ്രവൃത്തികളും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ ഇപ്പൊ ഇതിന്റെ പേര് ഇപ്പൊ ഇതെന്താ പഞ്ചസാര അവനെടുത്തിട്ടല്ലോ. അതെ, അപ്പൊ അതിന്റെ പേരുകൾ അതിൽ പഠിപ്പിക്കും, അതിന്റെ സ്മെല്ലുകൾ, കളറ്, ഇതെല്ലാം പഠിപ്പിക്കും നമ്മൾ. അങ്ങനെയാണ് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പൊ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മുടെ സാധാരണ ആളുകൾക്ക് പോലും അങ്ങനെ എളുപ്പത്തിൽ പറ്റാത്ത ഒരു ഏരിയയാണ് ഈ കുക്കിംഗ് എന്ന് പറയുന്നത്. കാരണം അത്രയധികം ക്ഷമ വേണം. അപ്പൊ ഷിജുക്കുട്ടൻ തന്നെ ഓരോരോ കമന്റ്സും ഇപ്പൊ 1,00,000 തവണയൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഷിജു ഒരു കാര്യം ചെയ്യുന്നത്. അത്രയധികം ക്ഷമ വേണമല്ലോ. അപ്പൊ ഈ കുക്കിങ്ങിലേക്ക് മാത്രം വരുമ്പോ ഷിജുവിനുള്ള ക്ഷമയുടെ അളവ് അങ്ങനെ? കുക്കിങ്ങിന്റെ അവിടെ ഷിജു എല്ലാത്തിനും സഹകരിക്കും. ബാക്കി കാര്യത്തിന് സഹകരിച്ചില്ലെങ്കിൽ കുക്കിങ്ങിന്റെ അവിടെ എല്ലാത്തിനും അവൻ സഹകരിക്കും. അങ്ങനെയാണ്. കുക്കിംഗ് പറഞ്ഞ അവൻ ഏത് അർദ്ധരാത്രിയാണെങ്കിലും റെഡിയാണ്. അവനിക്ക് കഴിക്കാൻ കണ്ട ചൂട്ടോടെ കഴിക്കുകയും ചെയ്യും. വന്നപ്പോ പാടുന്നുണ്ട്. നമ്മള് പാടാൻ പറഞ്ഞ അവനെ മൂളിപ്പാട്ടാ പാടുക. അവനിക്ക് വ്യക്തതയോടുകൂടി പാടാൻ അറിയില്ല. എല്ലാ പാട്ടുകളും അവനിക്ക് അറിയും. മറ്റേ പഞ്ചസാര കാരമലൈസ്. അതെ അതെ, അതൊരു സുമാർ കളറായി കഴിഞ്ഞാൽ പാലൊഴിക്കലാണ് പിന്നെ അടുത്തത്. അല്ല, പുതിന ഇല വലിച്ച് കഴിക്കണം അവനെ. അവനിങ്ങനെ എല്ലാ ഇലയും കഴിക്കും. സ്മെല്ല് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. സ്മെല്ല് മനസ്സിലാക്കാൻ ഭയങ്കര കഴിവാണ്. നമ്മൾ ഷേക്കിൻ്റെ കൊടുത്താൽ അവൻ സ്മെല്ല് നോക്കും. എല്ലാ സ്മെല്ലും നോക്കും. എല്ലാ സ്മെല്ലും അവനക്ക് അറിയും, തിരിച്ചറിയും. ഇപ്പോൾ സാധാരണ ആളുകളൊക്കെ യൂട്യൂബിന് ഒരു വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഷിജുവിനെ ഐഡന്റിഫൈ ചെയ്യാൻ, അതായത് യൂട്യൂബിൽ വീഡിയോസ് ചെയ്താൽ ഷിജുവിനെ പുറത്ത് പോയിട്ട് ഐഡന്റിഫൈ ചെയ്യും, ആളുകൾ തിരിച്ചറിയും. അപ്പൊ ഷിജുവിന് വഴി തെറ്റില്ല എന്നുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ. അത് ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. സാധാരണ അങ്ങനെ ആരും ചിന്തിക്കൂല. ഭയങ്കര എഫക്റ്റീവ് ആണ്. ആ ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത് ശരിക്കും? ഷിജു ഇവിടുന്ന് പുറത്തു പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ 4 ആൾ അവൻ അറിയണം. ആദ്യം കയ്യിലൊരു ഇതൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു, അടയാളം അഡ്രസ്സൊക്കെ ആയിട്ട്. അപ്പൊ അവൻ അത് എടുത്തിട്ടും വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിട്ടൊക്കെ പുറത്തു പോകും. അപ്പൊ അവന് പുറത്തു പോയി അറിയില്ലല്ലോ ഇങ്ങനത്തെ കുട്ടികൾ. ഇവർക്ക് സംസാരിക്കാൻ അറിയില്ല. അപ്പൊ സാധാരണ ആളുടെ മാതിരിയാണ്. പൈസ കൊടുത്ത് വാങ്ങാൻ അറിയില്ല, റോഡ് സൈഡ് നോക്കി പോകാൻ അറിയില്ല, വണ്ടി വരുമ്പോ അതൊന്നും അറിയില്ല. അപ്പോൾ ഇത് സാധാരണ അവർക്ക് ഇങ്ങനെ വയ്യാത്ത കുട്ടിയാണെന്ന് പുറമേ ഉള്ളവർക്ക് അറിയില്ല. അപ്പൊ അവർ തല്ലി അടിക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ ഇവർ പോയിട്ട് വരാണ്ടിരിക്കുകയോ ചെയ്ത് 4 ആൾ അറിയണമല്ലോ. അപ്പൊ ഇവനെ 4 ആൾ ഇവിടെ ചുറ്റുള്ള ആളുകൾ കുറച്ച് അറിയണം പറഞ്ഞിട്ടാണ് അങ്ങനെ യൂട്യൂബ് തുടങ്ങിയത്. അല്ലാണ്ട് അതിന്റെ വരുമാനമോ വേറെ ഉദ്ദേശങ്ങളൊന്നും അല്ല. പുറത്തൊക്കെ പോവാന്നൊക്കെ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് ഗേറ്റ് തുറന്ന് തന്നെ പോകുന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ തന്നെ പോകുന്ന സമയത്ത് ഇത് നാട്ടുകാർ ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആളുകളൊക്കെ ഇപ്പോഴല്ല കേട്ടോ, യൂട്യൂബ് മുമ്പ് ആളുകൾ അതൊരു പ്രശ്നമാക്കുക, അങ്ങനെ പറഞ്ഞ അനുഭവങ്ങളുണ്ടോ? ഇവൻ രാത്രി പോയിട്ട് ഒരു 1/2 കിലോമീറ്റർ ദൂരമൊക്കെ പോയിട്ട് 1/2 കിലോമീറ്ററിന്റെ അപ്പുറമൊക്കെ പോയിട്ട് ഞങ്ങൾ രാത്രി 1 മണിക്ക് പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മ എല്ലാ സമയം ഗേറ്റ് പൂട്ടി വെക്കും. നമ്മ മനുഷ്യരല്ലേ. അതേ സമയത്ത് ശ്രദ്ധ വിട്ടു കഴിഞ്ഞാൽ ആ സമയം ഇവൻ അതിനെ വാച്ച് ചെയ്തിട്ടാണ് ഇവൻ പോണത്. ഇവനിക്ക് പറഞ്ഞ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കിട്ടണം, തിന്നണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് പോണത്. നമ്മളെന്തെങ്കിലും നടക്കുമ്പോഴൊക്കെ വാങ്ങിക്കൊടുക്കുമല്ലോ. അപ്പൊ അതുമാതിരി കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവൻ പോണത്. അവനിക്ക് പൈസ കൊടുക്കണം, ഇതിന് പണം വേണമെന്നൊന്നും അറിയില്ല.
അങ്ങനെ 1 മണിക്കൊക്കെ പോയി പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ആരും വിളിച്ചാരും 1 മണിയായി ആരും വിളിക്കുന്നത്. ഞങ്ങൾക്ക് എന്താ അവനെ കാണാനില്ല പറഞ്ഞിട്ട് ഒന്ന് സംശയം തോന്നി. എല്ലാ റൂമിലും പോയി നോക്കി കാണാനില്ല. അപ്പോൾ ആൾ പുറത്ത് കഴിഞ്ഞു. അപ്പോഴേക്കും ആൾ മേഴ്സി കോളേജിൻ്റെ അപ്പുറത്തെത്തി. അവനും അടുത്ത ബേക്കറിക്ക് പോകുകയാണ്. ഷിജുക്കുട്ടൻ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമേ ക്ഷമ വളരെയധികം കൂടിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. ഭയങ്കര ദേഷ്യം പറഞ്ഞാൽ മൂക്കിൻ്റെ തുണ്ടിൽ ദേഷ്യമാണ് എനിക്ക് കുട്ടികളിൽ നിന്നും പൊതു ഇഷ്ടമല്ല. പക്ഷെ ഷിജുവിൻ്റെ കൂടെ വന്ന പിന്നെ ക്ഷമൻ്റെ നെല്ലിപ്പലകി എത്രയാണോ അറ്റം വരെ ഞാൻ എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എത്ര ദേഷ്യം വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് പറഞ്ഞാൽ അവൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ക്ഷമിച്ചാലേ പറ്റുള്ളൂ. അവൻ പലതും ചെയ്യും, പലതും പ്രവർത്തിക്കും ഏത് സമയത്തും. അപ്പം നമ്മൾ ക്ഷമിച്ചാലേ പറ്റുള്ളൂ. ഇങ്ങനത്തെ കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കളും ക്ഷമൻ്റെ അറ്റം കണ്ടവരും, എല്ലാം ക്ഷമിച്ചവരാണ്. ഇവരിനെയൊക്കെ പുറത്തു കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ സിജുവിനെ അങ്ങനെ ആരും ഒന്നും പറയില്ല, അതിൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയില്ല. ഇങ്ങനത്തെ കുട്ടികളുടെ പല രക്ഷിതാക്കളും പല നാട്ടുകാരും ഈ സമൂഹത്തിൽ നിന്നൊക്കെ പലവരും അവഗണനകളും കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ടുള്ളവരാണ്. അവരൊന്നും അതിന് മറുപടി പറയില്ല. എന്താ പറഞ്ഞാൽ അവർ ക്ഷമൻ്റെ അറ്റം എത്തിയവരാണ്. ഇങ്ങനത്തെ കുട്ടികളുടെ രക്ഷിതാക്കൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവർ ക്ഷമിച്ചേ ഇവരുടെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇവരെങ്ങനെ പ്രതികരിക്കണമെന്നൊന്നും നമുക്കറിയില്ല. ഏത് സമയത്ത് ചിലപ്പോൾ വഴക്കുണ്ടാക്കും, പെട്ടെന്നായിരിക്കും എന്തെങ്കിലും അടിക്കുക, ചിലപ്പോൾ എടുത്ത് വലിച്ചെറിയുക, നശിപ്പിക്കുക, എന്തും ചെയ്യുക. അതിനൊക്കെ നമ്മൾ ക്ഷമിച്ചേ പറ്റുള്ളൂ. ഇവർക്ക് അറിയില്ലല്ലോ എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നുള്ളത്. അവന് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇതാ അവിടെ അടയാളമൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഓരോ ഭാഗങ്ങളാണ് ഇതിൻ്റെ. അവനിക്ക് ഇങ്ങനത്തെ കുട്ടികൾ ഇപ്പോൾ അവർ അറിഞ്ഞ് ചെയ്യണല്ലോ, അവർ സെക്കൻഡ് കൊണ്ട് ചെയ്യുന്നവർ മൂർഖം പാമ്പിൻ്റെ മാതിരിയാണ്. ഏത് സമയത്ത് എപ്പോൾ ടപ്പെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മളത് വളരെ ശ്രദ്ധിച്ചിട്ടിരിക്കണം. പിന്നെ അവരറിയാണ്ട് ചെയ്യണതാണ്, അവർ വേണം പറഞ്ഞ് ചെയ്യണതല്ല. അതോട് അവർ ആ സെക്കൻഡിൽ തന്നെ അവർ അതേമാതിരി നമ്മളോട് നല്ല സ്നേഹത്തിൽ ഇടപെടുകയും ചെയ്യും. പക്ഷെ നമ്മൾ അവന് തല്ലാനും അടിക്കാനൊന്നും പറ്റില്ല. അവന് അതോട് സ്നേഹത്തോട് പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം ശരിയായി, അത്ര തന്നെ. ഇങ്ങനൊരു മരുമകനെയും അമ്മാവനെയും ആളുകൾ അങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടില്ല. നമ്മൾ യൂട്യൂബിൽ കാണുന്ന ഒരു വേൾഡ് ഇല്ലാത്ത പോലത്തെ ഒരു ബന്ധമാണ് നിങ്ങളെ. കാരണം വളരെയധികം നിഷ്കളങ്കായിട്ടുള്ള, എത്രയും അധികം സ്നേഹത്തോടുകൂടി ഒരാളോട് ഡീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്നത്. മരുമകൻ ഇങ്ങനെ ലൈഫ് ലോങ് കൂടെ ഉണ്ടാവണം, അതായത് ഞാനുള്ളിടത്തോളം കാലം അവൻ അങ്ങനെ സ്നേഹം കൊടുക്കണം, അതെങ്ങനെയാ വന്നത് ജീവിതത്തിലേക്ക്? ഇത് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളെ വളർത്തുമ്പോൾ അവൻ്റെ രക്ഷിതാക്കൾ ഒരുപാട് കഷ്ടങ്ങളാണ് അനുഭവിക്കുന്നത്. അത് അവൻ്റെ കൂടെ അടുത്ത് പെരുമാറി നമ്മൾ കൂടെ ഇരുന്നാലേ അറിയുള്ളൂ, ഒരാഴ്ച കൂടെ താമസിച്ചാലേ അറിയുള്ളൂ. ഈ കുട്ടികൾക്ക് രാത്രി ഉറക്കം ഉണ്ടായില്ല. പിന്നെ ഈ രക്ഷിതാക്കൾക്ക് ഒരു രോഗം വന്നു, കഷ്ടം വന്നു, പുറത്തു പോകാൻ പറ്റില്ല, ഒന്നിനും പോകാൻ പറ്റില്ല. ഇവരിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ല. ഇവർക്കൊന്നും അറിയില്ലല്ലോ. ഇവരിപ്പോൾ എത്ര വയസ്സായാലും, സിജു എത്ര വയസ്സായാലും നമ്മൾ 1 വയസ്സായി കുട്ടീനെ എങ്ങനെ നോക്കും? 1 വയസ്സായി കുട്ടി കഴിഞ്ഞ് എന്ത് പോയാലും എടുക്കും, എന്ത് പോയാലും വായിലിടും, എന്തും തട്ടിത്തെറിപ്പിക്കും. അവരിനെ നോക്കണ മാതിരി പിന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം.